നമസ്കാരം. യുദ്ധമുഖത്ത് വാർത്തകൾ മറിയുകയാണ്. ട്രംപ് 48 മണിക്കൂർ പ്രഖ്യാപിച്ച അവധി പ്രഖ്യാപിച്ച ഇറാന് വീണ്ടും അത് 5 ദിവസത്തേക്ക് നീട്ടിക്കൊടുത്തു എന്നുള്ളതാണ് ഇന്നലെ ഉച്ചയോടെ വന്ന വാർത്ത. ഏകദേശം ഇന്നലെ ഉച്ചയോടെ ആ വാർത്ത വന്നു. അദ്ദേഹം 48 മണിക്കൂറിൻ്റെ ഒരു അൾട്ടിമേറ്റം കൊടുത്തിട്ടുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഫ്രീ ആക്കിയില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് എന്ന നിലയിൽ ഇറാനിലെ മുഴുവൻ ഊർജ ഉൽപാദന കേന്ദ്രങ്ങളും നശിപ്പിച്ചു കളയും, ഏറ്റവും വലുതിൽ തുടങ്ങി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇന്നലെ ഉച്ചയോടെ അദ്ദേഹം പ്രഖ്യാപനത്തിൽ നിന്ന് പിൻവലിഞ്ഞുകൊണ്ട് പറഞ്ഞു 5 ദിവസത്തേക്ക് അത് നീട്ടിവെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മിലിറ്ററി പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആളുകളോട് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് 5 ദിവസത്തേക്ക് ആക്രമണം തുടങ്ങരുത്. അത് ആക്രമണം തുടങ്ങാനുള്ള എല്ലാ പ്രിപ്പറേഷൻസും റെഡിയായി വെച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതിൻ്റെ റെഡിനെസ് നടക്കുന്നുണ്ട്, പക്ഷേ അത് 5 ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. അപ്പോൾ അതായത് നീട്ടിവെക്കാനുള്ള കാരണമായി അദ്ദേഹം പറഞ്ഞത് ടോക്സ് വിത്ത് ഇറാൻ ഹാഡ് ബീൻ പോസിറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇറാനുമായിട്ട് മധ്യസ്ഥന്മാർ വഴി നടത്തിയ ചില ചർച്ചകൾ അത് ഇറാൻ മുൻകൈ എടുത്ത് നടത്തിയതാണെന്ന് അദ്ദേഹം വളരെ പ്രത്യേകമായി പറയുകയുണ്ടായി. ഐ ഡിഡ് നോട്ട് കോൾ, ദേ കോൾഡ്. അവരിങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്, ഞാൻ അങ്ങോട്ടല്ല പോയത്. അവരുടെ ഭാഗത്തു നിന്ന്, ഇറാന്റെ ഭാഗത്ത് നിന്ന് മുൻകൈ എടുത്ത് വന്ന ചില മധ്യസ്ഥ ശ്രമങ്ങൾ ഹാഡ് ബീൻ പോസിറ്റീവ് ആൻഡ് വെരി കൺസ്ട്രക്റ്റീവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ ക്രിയേറ്റീവായിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പം അതുകൊണ്ട് ഐ ഹാവ് ഡയറക്റ്റഡ് ദ മിലിറ്ററി ടു ഹോൾഡ് ഓഫ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ പ്രസ്താവനയിൽ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില 120 നിന്ന് $99 പെർ ബാരൽ താഴെയുണ്ടായി എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ ഈ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഇങ്ങനെ ചാടി മറിഞ്ഞ് കളിക്കുകയാണ്. അപ്പോൾ യുദ്ധത്തിന് എന്തെങ്കിലും ഒരു ചെറിയ സമാധാനം ഉണ്ടായേക്കും എന്ന് വിചാരിച്ച് പെട്ടെന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ക്രൂഡ് ഓയിലുണ്ട്. ഈ യുദ്ധത്തിൻ്റെ ഒരു ക്ലൗഡിന് മുന്നിൽ, ഒരു കാർമേഘത്തിനും പുറകിൽ ഈ ക്രൂഡ് ഓയിൽ കൊണ്ട് കച്ചവടം കളിക്കുന്നതാണ് ശരിക്കും നമ്മൾ കാണുന്നത്. ഒറ്റ പ്രഖ്യാപനം കൊണ്ട് $20% ക്രൂഡ് ഓയിൽ വില താഴെ വന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ സംസാരം വെദർ ഇറ്റ് ഈസ് പ്രൊസീഡ് ഇൻ ദ ഡയറക്ഷൻ ദാറ്റ് വെദർ എ ബ്രോഡർ അഗ്രിമെന്റ് ക്യാൻ ബി റീച്ച്ഡ്, വളരെ വിശാലമായിട്ടുള്ള യുദ്ധം എന്നേക്കും അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു ചർച്ചയിലേക്ക് ഇത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമോ എന്നാണ് മധ്യസ്ഥ ശ്രമം നടത്തുന്ന ആളുകൾ ശ്രമിക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. ദിസ് ടൈം ഇറാൻ മീൻസ് ബിസിനസ് എന്നും അദ്ദേഹം പറയുന്നത്. ഇത്തവണ ഇറാൻ ഇത് നന്നാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ യുദ്ധം എന്നേക്കും അവസാനിപ്പിക്കണമെന്ന താല്പര്യത്തോടു കൂടി, ജെന്യുവൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റോടു കൂടിയാണ് വന്നിട്ടുള്ളത് എന്നാണ് തനിക്ക് മനസ്സിലാവുന്നത് എന്നാണ് ട്രംപ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. ദെൻ അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞത് അവർ ന്യൂക്ലിയർ മോഹങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുമെന്നുള്ളതാണ്. ഒരു ന്യൂക്ലിയർ ബോംബ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം മുതലേ പറയുന്ന ഒരു സംഗതിയാണ്. ഒരു ന്യൂക്ലിയർ വികസനത്തിൻ്റെ യാതൊരു ആവശ്യവും ഇറാന് വാസ്തവത്തിൽ ഇല്ല. കാരണം അവർ ന്യൂക്ലിയർ എനർജി അവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ എക്സ്ട്രീംലി റിച്ച് ഇൻ നാച്ചുറൽ ഗ്യാസ് ആസ് വെൽ ആസ് ഇൻ പെട്രോളിയം. നാച്ചുറൽ ഗ്യാസിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ചീപ്പസ്റ്റ് വേ എന്ന് പറയുന്നത്. അവർക്ക് 5 പൈസ മുടക്കേണ്ട ആവശ്യമില്ല. നാച്ചുറൽ ഗ്യാസ് അവരുടെ ഭൂമിക്കടിയിൽ ഇങ്ങനെ എത്രയോ അധികം, ലോകത്തിലുള്ള നാച്ചുറൽ ഗ്യാസിൻ്റെ 17% ഡെപ്പോസിറ്റ് അവരുടെ ഭൂമിക്കടിയിൽ കിടക്കുകയാണ്. അപ്പോൾ ആ നാച്ചുറൽ ഗ്യാസ് ടാപ്പ് ചെയ്താൽ അവർക്ക് വളരെ ചീപ്പായിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. ലോകത്തിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് ഇലക്ട്രിസിറ്റികളുടെ ഒരെണ്ണമാണ് ന്യൂക്ലിയർ എനർജിയിൽ നിന്നുണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് വേണ്ടിയാണ് തങ്ങൾ ന്യൂക്ലിയർ റിസർച്ച് നടത്തുന്നത് എന്നുള്ള വാദത്തിന് യാതൊരു പിൻബലവും ഇല്ല എന്നതാണ് സത്യം. അത് ആയുധങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് അതിൽ നിന്ന് അവർ 100% പിന്നോട്ട് പോകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് US വിൽ മൂവ് ടു ടേക്ക് ഇറാൻസ് എൻറിച്ച്ഡ് യുറേനിയം. ഇറാന് 60% എൻറിച്ച് ചെയ്തിട്ടുള്ള ഏകദേശം 60% യുറേനിയം ഉണ്ട്. ടോക്സ് അതിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ മുന്നേറി അത് പോസിറ്റീവായിട്ട് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇറാന്റെ ന്യൂക്ലിയർ ഫ്യൂവൽ അവർ എൻറിച്ച് ചെയ്തിട്ടുള്ള യുറേനിയം പൂർണ്ണമായിട്ടും US ഏറ്റെടുക്കും എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കണം, നേരത്തെ ഇത് റഷ്യയിലേക്ക് കൈമാറാം എന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ഇസ്രായേൽ ശക്തമായി എതിർത്തു. റഷ്യ വിശ്വസനീയമായ ഒരു കേന്ദ്രമല്ലെന്നും അത് ഏത് നിമിഷവും അത് ഇറാന് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അത് ഇസ്രായേലിൻ്റെ ഒരു വാദമായിരുന്നു. ഒരുപക്ഷെ അത് റഷ്യയിലേക്ക് കൈമാറാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മീഡിയേറ്ററി ടോക്സ് നേരത്തെ തന്നെ മുന്നേറുമായിരുന്നു. അത് ഇസ്രായേലിന് കടുംപിടുത്തം കൊണ്ടാണ് അതിങ്ങോട്ട് വന്നത്. ഇപ്പോഴത് അമേരിക്കയ്ക്ക് കൈമാറാം എന്ന് മീഡിയേറ്റേഴ്സ് വഴി ധാരണയായിട്ടുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. അതിനിടയിലൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം റെജീം ചേഞ്ച് എന്നുള്ളത്, നേതൃത്വ മാറ്റം എന്നുള്ളതും ഏതാണ്ട് ധാരണയിലായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ ഇറാൻ യുദ്ധം അത് അവസാനിക്കുകയാണ്.
അത് റെജീം ചേഞ്ച് അടക്കമുള്ള അവരുടെ മുഴുവൻ ഗോളുകളെയും കണ്ടെത്തിക്കൊണ്ട് ആ യുദ്ധം തീരാനൊരു സാധ്യത വന്നതുകൊണ്ടാണ് താൻ 5 ദിവസത്തേക്ക് ഈ യുദ്ധത്തിന് ഒരു അവധി പ്രഖ്യാപിച്ചത്. അല്ലെങ്കിൽ യുദ്ധത്തിനല്ല അവധി പ്രഖ്യാപിച്ചത്, ആക്രമണത്തിന്, പുതിയ ആക്രമണത്തിന്, എനർജി സ്റ്റേഷൻസിനെ ആക്രമിക്കും എന്ന് പറഞ്ഞ ആക്രമണത്തിന് അവധി പ്രഖ്യാപിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ അദ്ദേഹം അതിനിടയിലൂടെ മൊജ്തബ ഖമനയെ കുറിച്ചും ഒരു പരാമർശം നടത്തുകയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് ബിയോണ്ട് വിയേർഡ്. ഇത് പിന്നെ എന്താ പറയുക, ഒരു ഭ്രാന്ത് എന്നതിനപ്പുറത്തേക്കുള്ള എന്തോ ഒരു കാര്യമാണ്. ദേ ഹാവ് ചോസൺ എ ഡെഡ് ഗൈ ആസ് എ സുപ്രീം ലീഡർ. അവർ മരിച്ച ഒരാളെ അവരുടെ സുപ്രീം ലീഡറായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് മൊജ്തബ ഖമനയി മാർച്ച് 9 അദ്ദേഹത്തെ ഇലക്ട് ചെയ്തത്. പക്ഷെ അദ്ദേഹം ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ പോലും കാണിക്കാൻ അവരുടെ ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് എക്സ്റ്റിങ്ക്യൂഷ്ഡ് ആയിപ്പോയി. സോ ദാറ്റ് ഈസ് വാട്ട് ഹി സെഡ്, ഇറ്റ് ഈസ് ബിയോണ്ട് വിയേർഡ് ചൂസ് എ ഡെഡ് ഗൈ ആസ് എ സുപ്രീം ലീഡർ. നിലവിലില്ലാത്ത അല്ലെങ്കിൽ ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളെ പിടിച്ച് സുപ്രീം ലീഡറാക്കിയ ഒരു കാര്യം, അത് മോർ ദാൻ വിയേർഡ് എന്നാണ് പറഞ്ഞത്. അതായത് ഒരു രക്ഷിക്കതയേക്കാൾ ഭയാനകമായ ഒരു സംഗതിയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതിനിടയിലൂടെ നെതന്യാഹു പറഞ്ഞത് ഇസ്രായേൽ വുഡ് കണ്ടിന്യൂ സ്ട്രൈക്സ് ഓൺ ഇറാൻ ആൻഡ് ലെബനോൺ. ഇസ്രായേൽ അതിൻ്റെ പണി ഇറാനിലും ലെബനോണിലും തുടരും. കാരണം ഇന്നലെ ഡെമോൺ ആക്രമിച്ച കാര്യമൊക്കെ നമുക്കറിയാം. അത് പിന്നെ ഇറാനിലെ ഒരു ഖറാമാബാദ് എന്ന് പറയുന്ന ഭാഗത്തുള്ള, ദറ്റ് മീൻസ് ഇറാഖ് അതിർത്തിയോട് ചേർന്ന് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനോട് ദൂരം കൊണ്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ഈ ഖറാമാബാദ് എന്നൊക്കെ പറയുന്ന ഏരിയ. ഹിൽ ഏരിയ ആണ്, മൗണ്ടനീസ് ഏരിയയാണ്. മൗണ്ടനീസ് ഏരിയയിലെ ഒരു വാലിയിലുള്ള പട്ടണത്തിൻ്റെ പേരാണ് ഖറാമാബാദ്. അവിടെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു മിസൈൽ സിറ്റി ഉണ്ട് എന്ന് പറയപ്പെടുന്നത്. ഒരുപാട് അണ്ടർഗ്രൗണ്ട് മിസൈൽ ഫെസിലിറ്റികളുള്ള ഒരു ഏരിയയാണ്. ഞാൻ നേരത്തെ ഇതൊക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ്. കുന്നിൻ്റെ അടിയിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ഒരു മിസൈൽ ഫെസിലിറ്റിയിൽ നിന്ന് അയച്ച 2 മിസൈലുകളാണ് ഇന്നലെ മിനിഞ്ഞാന്ന് ഇസ്രായേലിൽ വന്ന് വീണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് വെപ്പ്. അപ്പം ആ ഏരിയയിലടക്കം ഇസ്രായേൽ അതിശക്തമായ ആക്രമണം അടിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ടെഹ്റാനിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ടെഹ്റാന്റെ ഓരോ മുക്കും മൂലയും അരിച്ചു പെടുക്കി ഇസ്രായേൽ നശിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഒരുപക്ഷെ അതിനൊരു വാർ സ്ട്രാറ്റജി കാണും. തലസ്ഥാനത്തെ പരിപൂർണമായും തകർത്ത് കൈപ്പിടിയിലാക്കാൻ സാധിക്കുമോ എന്നുള്ള ശ്രമമായിരിക്കാം ഒരുപക്ഷെ നടത്തുന്നത്. എന്തായാലും ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെഹ്റാനിലാണ്. അപ്പം അതിന് ഒരു ശമനവും വരുത്തുക ഇല്ല എന്നുള്ളൊരു സൂചനയാണ് നെതന്യാഹു പറഞ്ഞത്. അതിനിടയിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്, വി നെഗോഷിയേറ്റ് ത്രൂ മിസൈൽസ്. ഞങ്ങൾ മിസൈലുകളിലൂടെയാണ് മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നത് എന്നും അദ്ദേഹം ഒരു തമാശ പോലെ പറഞ്ഞു. കാരണം ഇറാൻ ഇങ്ങോട്ട് മിസൈൽ അയക്കും, ഞങ്ങൾ അങ്ങോട്ട് അതിൻ്റെ 100 ഇരട്ടി മിസൈലുകൾ അവർക്ക് അവിടെ കൊണ്ട് ഡെലിവർ ചെയ്ത് കൊടുക്കും. അതാണ് ഞങ്ങളുടെ മധ്യസ്ഥ ചർച്ച എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പം അതിനിടയിലൂടെ ഇത് ഈ US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്നാണ്. എന്നിട്ട് ഇറാൻ്റെ ഭാഗത്ത് എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇറാൻ്റെ ഭാഗത്ത് ആദ്യം സംഭവിച്ചത് ഈ ഹോർമൂസിനെ സംബന്ധിച്ചുള്ള പ്രസ്താവന, ഹോർമൂസ് തുറന്നില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും എന്നുള്ള ട്രംപിൻ്റെ പ്രസ്താവന വന്ന ഉടനെ അരാക്ചിയും അതുപോലെ തന്നെ ശ്രീലങ്കയിലുള്ള അവരുടെ ഇറാൻ്റെ എൻവോയും ഒക്കെ പറഞ്ഞൊരു കാര്യം, ഹോർമൂസ് കടലിൽ കാടും അടച്ചിട്ടില്ല, തുറന്നു കിടക്കുകയാണ്. ഹോർമൂസ് കടലിൽ അടച്ചിട്ടില്ല, അത് തുറന്നു കിടക്കുകയാണ്. പക്ഷേ ഫ്രണ്ട്ലി രാജ്യങ്ങൾക്ക് മാത്രമാണ്. അത് US-നോ ഇസ്രായേലിനോ തുറന്നിട്ടില്ല. ബാക്കിയുള്ള രാജ്യങ്ങൾക്ക്, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏത് രാജ്യത്തിനും അതിലേക്ക് കടന്നു പോകാം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ അടച്ചിട്ടില്ല എന്നൊരു പ്രസ്താവനയാണ്. അത് ഇന്നലെയും അവർ ഈ ശ്രീലങ്കയുടെ എൻവോയ് ഇന്നലെയും അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മധ്യസ്ഥർജയെക്കുറിച്ച് അബ്ബാസ് അരാക്ചിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രസ്താവന ആദ്യം പറഞ്ഞ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ട്രംപ് വെറുതെ എന്തൊക്കെയോ ജൽപ്പനങ്ങൾ നടത്തുകയാണ്. ഇയാൾ ഇപ്പോൾ ഒന്ന് പറയും, പിന്നെ അത് മാറ്റി പറയും. അങ്ങനെ ഒരു കാര്യമേ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ടുള്ള എല്ലാത്തരം നെഗോഷിയേഷൻസും ഞങ്ങൾ നിർത്തി. ആ പരിപാടി ഞങ്ങൾ നിർത്തി. കോളിംഗ് ദ സിറ്റുവേഷൻ ആസ് ബിറ്റർ എക്സ്പീരിയൻസ് ആൻഡ് ബിട്രയൽ. അപ്പോൾ അദ്ദേഹം അരാക്ചി ഈ US-ഉമായിട്ടുള്ള അവർ തുടർന്നുകൊണ്ടിരുന്ന ചർച്ചകൾ ആഴ്ചയ്ക്ക് 2-3 വട്ടം ചർച്ച വരെ കഴിഞ്ഞ കാര്യം നമുക്കറിയാം. നേരത്തെ 5 വട്ടം ചർച്ച കഴിഞ്ഞ കാര്യം നമുക്കറിയാം. 5 വട്ടം ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യത്തെ 12 ഡേ വാർ ഉണ്ടായത്. ഇപ്രാവശ്യത്തെ ചർച്ചകൾ തുടങ്ങി 3-ാം വട്ട ചർച്ചകൾക്ക് ശേഷം 4-ാം വട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടയിലൂടെയാണ് ആക്രമണം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, കോളിംഗ് ദ സിറ്റുവേഷൻ എ ബിറ്റർ എക്സ്പീരിയൻസ് ആൻഡ് എ ബിട്രയൽ. അത് വളരെ കൈപ്പേറിയ അനുഭവമാണ്, അങ്ങേയറ്റത് ചതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് പങ്കെടുത്തിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ അരാക്ചിയുടെ മിനിസ്ട്രി സെഡ് ദെയർ വർ ഇനീഷ്യേറ്റീവ്സ് ടു റെഡ്യൂസ് ടെൻഷൻ. ഇന്ന് രാവിലെയാണ് ആ വാർത്ത. ഇത് അരാക്ചി ഇന്നലെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു. അരാക്ചിയുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രിയിൽ നിന്ന് തന്നെ പറയുന്നു, ചില സൂചനകൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചില ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാവുന്നുണ്ട്. ടെഹ്റാൻ റിസീവ്ഡ് എ US പ്രപ്പോസൽ ബൈ മീഡിയേറ്റേഴ്സ് ആൻഡ് ഈസ് റിവ്യൂയിങ്.
US ഭാഗത്തു നിന്ന് ഞങ്ങൾക്കൊരു ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ആ പ്രപ്പോസലിനെ ഞങ്ങൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇന്നിപ്പം അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിൽ നിന്നുള്ള സ്പോക്സ് പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് റോയിറ്റേഴ്സ് അടക്കമുള്ള ന്യൂസ് ഏജൻസികൾ പറയുന്നത് ഇതിൽ മീഡിയേറ്റേഴ്സായി വന്നിട്ടുള്ളത് US അല്ലെങ്കിൽ ടെഹ്റാനോ ഇതിനകത്ത് മീഡിയേറ്റേഴ്സ് ആരാണെന്ന് ഒരു അക്ഷരം പോലും ഉരിയാടിയിട്ടില്ല, ആരാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇതിനകത്ത് മീഡിയേറ്റേഴ്സായി വിശ്വസിക്കപ്പെടുന്നത് ഈജിപ്ത്, ടർക്കി, പാകിസ്ഥാൻ ഈ 3 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നാണ് വിചാരിക്കുന്നത്. വിറ്റ്കോഫാണ് അമേരിക്കയുടെ ഭാഗത്ത് സംസാരിക്കുന്നത്. ജാറേഡ് കുഷ്ണറും ഉണ്ട്, ട്രംപിൻ്റെ മരുമോൻ. അപ്പം ഇവർ ജാറേഡ് കുഷ്ണറും വിറ്റ്കോഫും US ഭാഗത്ത് നിന്നും സംസാരിക്കുന്നു. ഇറാന്റെ ഭാഗത്ത് ആരാണോ സംസാരിച്ചിട്ടുള്ളതെന്ന് വ്യക്തതയില്ല. ഇറാഖിയുടെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ അങ്ങനത്തെ ഇനീഷ്യേറ്റീവ്സ് ഉണ്ടെന്ന് പറയുന്നു. ഒരു പുതിയ ആൾ വന്നിട്ടുണ്ട്, നമ്മൾ അദ്ദേഹത്തെ സൂചിപ്പിക്കും. പിന്നെ ട്രംപ് പറയുന്നു മീഡിയേറ്റേഴ്സ് വഴിയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ മീഡിയേറ്റേഴ്സായിട്ട് വിചാരിക്കപ്പെടുന്നത് പാകിസ്ഥാനും ടർക്കിയും ഈജിപ്തും ഈ 3 രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുണ്ട്. 4-5 ദിവസമായിട്ട് വളരെ ആക്റ്റീവായിട്ട് ഇതിനകത്ത് മീഡിയേഷൻ ഉണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഇതിനകത്ത് വളരെ ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വഴി കിട്ടുന്ന ഒരു സൂചന അനുസരിച്ച് ഇറാന്റെ ഇപ്പോഴത്തെ സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാക്കർ ഖാലിഫ് എന്നാണ്. മുഹമ്മദ് ബാക്കർ ഖാലിബാഫ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോഴത്തെ ഇറാനിലെ സ്പീക്കറാണ്. വളരെ ഇൻഫ്ലുവൻഷ്യൽ ഫിഗറാണ്. ഈ അറാക്ചിക്കും പെഷേസ്കിയാനൊക്കെ ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർ സിവിലിയൻ പാർട്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവർ കുറേ കൂടി പോളിഷ്ഡാണ്. ഈ മതനേതൃത്വത്തിന് അവർ തീരെ ആക്സെപ്റ്റബിൾ അല്ല. നേരെ മറിച്ച് ഈ മുഹമ്മദ് ബാക്കർ ഖാലിഫ് എന്ന് പറയുന്നത് മരിച്ചുപോയ ഖമനയുടെ ഏറ്റവും വലിയ വിശ്വസ്തന്മാരുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ്. ലാരിഞ്ചാനിയൊക്കെ പോലെ തന്നെ. ലാരിഞ്ചാനി മുൻ സ്പീക്കറായിരുന്നു. ലാരിഞ്ചാനിക്ക് ശേഷം സ്പീക്കറായിട്ട് വന്ന ആളാണ് ഈ ഖാലിഫ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇദ്ദേഹം ഖാലിബാഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ആണ് ഇപ്പോൾ ഇതിൽ പിന്നിലുള്ള ആൾ എന്നാണ് പറയപ്പെടുന്നത്. US-നും അതുപോലെ ഇസ്രായേലിനും ഒക്കെ ഇദ്ദേഹം ആക്സെപ്റ്റബിൾ ആണ് എന്ന് പറയുന്നു. ആദ്യം ആയിരുന്നില്ല. ഇദ്ദേഹം ഒരു തീവ്ര മതപക്ഷത്ത് നിൽക്കുന്ന ആളായിട്ട് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ IRGCക്ക് വിശ്വാസമുണ്ട്, അദ്ദേഹത്തെ പിന്നെ മതനേതൃത്വത്തിന് വിശ്വാസമുണ്ട്, പൊതുജനത്തിന്റെ വിശ്വാസം അദ്ദേഹത്തിന് ആർജിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തെയാണ് ഒരു പോസിബിൾ ഓൾട്ടർനേറ്റീവായിട്ട് കാണുന്നതെന്നാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നുള്ള സൂചനകൾ വെച്ചുകൊണ്ട് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഖാലിഫിനെ സംബന്ധിച്ച് അദ്ദേഹം നേരത്തെ ഇതിനു മുൻപ് IRGCയുടെ കമാൻഡറായിരുന്നു. പിന്നെ ടെഹ്റാൻ മേയറായിരുന്നു. അദ്ദേഹം നാഷണൽ പോലീസ് ചീഫായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ ഫോഴ്സിന്റെ ഹെഡായിരുന്നു. ദെൻ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിരുന്നു. ഈ പെഷേസ്കിയാൻ തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് ഖമനയുടെ നോമിനിയായിട്ട് പ്രസിഡൻഷ്യൽ കോണ്ടസ്റ്റിൽ മത്സരിച്ചത് ഈ ഖാലിബാഫ് ആയിരുന്നു. പക്ഷേ പെഷേസ്കിയാൻ കുറച്ചും കൂടി ജനത്തിന് ആക്സെപ്റ്റബിൾ ആയതുകൊണ്ട്, പോളിഷ്ഡ് ആയിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് ഹി വാസ് സെലക്ടഡ്. അപ്പോൾ അക്കാര്യത്തിൽ ഖമനയി താല്പര്യമില്ലാത്ത ആളായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ മതനേതൃത്വത്തിനാണ് അവിടുത്തെ അധികാരം മുഴുവൻ മതനേതൃത്വത്തിനാണ്. ആ അധികാരത്തിൻ്റെ ഒരു പൊടി പോലും അദ്ദേഹം പെഷേസ്കിയാനുമായിട്ട് ഷെയർ ചെയ്തിരുന്നില്ല എന്നുള്ളതും ഒക്കെ അറിയപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാൻഡിഡേറ്റ് ഈ തോറ്റുപോയ ഇദ്ദേഹം ഇത് ഖമനയുടെ ഏറ്റവും വലിയ വിശ്വാസം. ഇദ്ദേഹത്തെയാണ് ഇപ്പോൾ ഒരു പിന്തുടർച്ചക്കാരനായി ഭരണം ഏറ്റെടുക്കാനുള്ള ആളായിട്ട് കണ്ടെത്തിയത് എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇദ്ദേഹവുമായിട്ടായിരിക്കണം ഒരുപക്ഷെ ഈ നെഗോസിയേഷൻ നടക്കുന്നത് എന്നാണ് പത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓഫ് കോഴ്സ് അരാക്ചി അവിടെ ഉണ്ടാവും. അരാക്ചിക്ക് ഇവർ എല്ലാ കൂട്ടത്തിൽപ്പെട്ട ആളുകളുമായിട്ട് ബന്ധമുള്ള ആളാണ്. മാത്രമല്ല അദ്ദേഹം ഒരു നെഗോഷിയേറ്ററുമാണ്. അപ്പം ആ നിലയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിനിടയിലൂടെ IRGCയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പിന്നെ റെസ്പോൺസ് ഡിഫറൻ്റ് ആണ്. IRGCയുടെ സീനിയർ മിലിറ്ററി അഡ്വൈസർ ടു ഇറാനിയൻ സുപ്രീം ലീഡർ മൊജ്തബ ഖമനയി, അദ്ദേഹത്തിൻ്റെ പേര് മൊഹ്സൻ റസായി എന്നാണ്. അദ്ദേഹമാണ് ഇപ്പം IRGCക്ക് വേണ്ടി മീഡിയയോട് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യമേ ഇല്ല, വാർ വിൽ കണ്ടിന്യൂ, യുദ്ധം തുടരും. യുദ്ധം എത്ര കാലം തുടരും? യുദ്ധം തുടരും ടിൽ വി റിസീവ് കോമ്പൻസേഷൻ. ഈ യുദ്ധത്തിന് ഞങ്ങൾക്ക് വന്ന നഷ്ടം മുഴുവൻ നികത്തി തരുന്നവരെ യുദ്ധം തുടരും. 2, എല്ലാ സാങ്ഷൻസും, ഇറാന് നേരെ വെച്ചിട്ടുള്ള എല്ലാ സാങ്ഷനുകളും, എക്കണോമിക് സാങ്ഷനുകൾ, അതുപോലെ ഫ്യൂവൽ വഴിക്കുള്ള സാങ്ഷൻ എല്ലാം പിൻവലിക്കുന്നതുവരെ യുദ്ധം തുടരും. 3, മേലാൽ US ഞങ്ങളെ ആക്രമിക്കുകയില്ല എന്ന് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഒരു ഗ്യാരണ്ടി തരുന്നവരെ യുദ്ധം തുടരും. ഇത് ആദ്യം മുതലേ ഇവർ പറയുന്ന ഒരു സംഗതിയാണ്. അത് IRGC വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് IRGC പറയുന്നതാണോ അല്ല പറയുന്നതായി നടിക്കുന്നതാണോ ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അണ്ടർ ദ ടേബിളാണ് ഡിസ്കഷൻ ഉള്ളത്. കാരണം IRGCയിൽ എന്തായാലും ഒരു ഡീപ്പ് ഡിവിഷൻ ഉണ്ട് എന്നുള്ളതിൻ്റെ വലിയ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അരാക്ചിയും ഞാൻ നേരത്തെ പറഞ്ഞ ഖാലിഫും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം IRGCയുടെ വലിയൊരു ഭാഗത്തെ കയ്യിലെടുക്കുകയും അങ്ങനെ അവർ
നെഗോസിയേഷൻ ടേബിളിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടാവാനാണ് ഈ ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ സാധ്യതയുള്ളത് എന്ന് വേണം വിചാരിക്കാൻ. കാരണം ഈ പറഞ്ഞ ഇടപെട്ട ആളുകളെല്ലാവരും, ദാറ്റ് ഈസ് പാകിസ്ഥാൻ ആയിക്കൊള്ളട്ടെ, ടർക്കി ആയിക്കൊള്ളട്ടെ, ഈജിപ്ത് ആയിക്കൊള്ളട്ടെ, ഇറാനിലെ മതഭരണകൂടവുമായി വളരെ നല്ല ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്നവരാണ്. അവർക്ക് ഈ ഭരണകൂടത്തിലുള്ള ആളുകളെ മുഴുവൻ അറിയാം, ഈവൻ IRGCയുടെ ആളുകളെ അറിയാം. അപ്പം അവരുമായി ഉള്ള ഒരു ഇതിൽ, കാരണം ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഈ യുദ്ധത്തിൽ പെട്ട് കിടക്കുന്ന രാജ്യങ്ങളാണ്. കാരണം ഈ യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാന് ഇറാനെ ആക്രമിക്കേണ്ടി വരും. ടർക്കി നാറ്റോയുടെ ഭാഗം എന്ന നിലയിൽ ഇറാനെ ആക്രമിക്കാൻ നിർബന്ധിതമാകും. ഈജിപ്തിനെ സംബന്ധിച്ച് കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവർ പെടും. കാരണം ഇത് രണ്ട് വള്ളത്തിൽ കാലം വെച്ചാൽ എല്ലാവരും നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ ഒരു സംഗതി അവസാനിപ്പിക്കണമെന്ന് താല്പര്യം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇറാൻ്റെ പിന്നെ ട്രംപ് വെറുതെ ഒരു വാക്കെടുത്തിട്ടതല്ല. ട്രംപിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ആക്രമിക്കേണ്ട എന്ന് അദ്ദേഹത്തിനെ പറയാൻ പ്രേരിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു നീക്കം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഉറപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിനെ ആളുകൾ പുച്ഛിച്ചും ചിരിച്ചും ഒക്കെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ വിവരമുള്ള ആരും അതിനെക്കുറിച്ച് അങ്ങനെ പറയല. കാരണം അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. അത് ഒഴിവാക്കി എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനിടയിലൂടെ ദിസ് പേഴ്സൺ ദറ്റ് നമ്മൾ പറഞ്ഞ ഈ മൊഹസൻ റസായി എന്ന് പറയുന്ന ആൾ, അതായത് IRGCയുടെ സ്പോക്സ് പേഴ്സൺ, ഇങ്ങനെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾക്കും ഞങ്ങൾ വഴങ്ങുകയില്ല എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത്, ദിസ് ഹോർമസ് പരിപൂർണമായും ഞങ്ങളുടെ കൺട്രോളിലാണ്. കൂടാതെ ഒമാൻ്റെ തീരവും ഞങ്ങളുടെ കൺട്രോളിലാണ്. ഒമാൻ്റെ തീരം എന്ന് പറയുമ്പം ദറ്റ് ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറയുന്നത് ഹോർമസ് കഴിഞ്ഞുള്ള പ്രദേശമാണ്. ആൻഡ് പേർഷ്യൻ ഗൾഫ്, അതായത് എൻ്റെ റീജിയനിലുള്ള സീ മുഴുവൻ ഞങ്ങളുടെ കൺട്രോളിലാണ്. അവിടെ കയറിയ കാച്ചിക്കളയും എന്നാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നിട്ടുള്ള സംഗതി. ഈ പ്രസ്താവനയുമായി നിൽക്കുന്ന ഇയാളാണോ ചിലപ്പം ഇതിൻ്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട അണി എന്ന് പറയാൻ കഴിയില്ല. ചിലപ്പം അതായത് IRGCയിലെ ബാക്കിയുള്ള ആളുകൾ ഇദ്ദേഹത്തെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി, ഈ ഒരു പുതിയ ഭരണം വരുമ്പം അതിനകത്ത് പങ്കുപറ്റി ജീവിക്കാൻ വേണ്ടി രണ്ട് ഭാഗത്തും കാലിട്ട് നിൽക്കുന്ന ഒരാളാവാനും നല്ല സാധ്യതയുണ്ട്. കാരണം ഇറാനിൽ നിന്ന് വരുന്ന പ്രസ്താവനകൾ, അരാക്ചിയുടെ പ്രസ്താവന അടക്കം സൂചിപ്പിക്കുന്നത് ഇറാനകത്തുള്ള IRGCയിലെ യുദ്ധം തുടരണമെന്നും വിചാരിക്കുന്ന ആ ഒരു സംഘത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വേറെ ഒരു വിഭാഗം, വലിയൊരു വിഭാഗം നെഗോസിയേഷനിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ്. കാരണം അതുകൊണ്ടാണ് അരാക്ചി ഇന്നലെ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നു. ഇന്ന് പറയുന്നു ചില നീക്കങ്ങൾ അമേരിക്ക ചില റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്, ഞങ്ങളത് പരിഗണിക്കുന്നുണ്ട്, ഞങ്ങളുടെ മറ്റേ വെളിപ്പുറത്ത് അപ്പുറത്ത് അടുക്കളയുടെ ബാക്കിലായിട്ട് അമേരിക്ക ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ അവരുടെ നാട്ടിലെ ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്കറിയാം. കാരണം ഇറാനെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ അവർ ഡേ നമ്പർ 1 തന്നെ തോറ്റതാണ്. കാരണം അവരുടെ തല അന്ന് തന്നെ വെട്ടി. അപ്പം അതാണ് യുദ്ധത്തെ സംബന്ധിച്ചുള്ള ഇതുവരെയുള്ള വാർത്തകൾ. ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, അതായത് $2 മില്യൺ വാങ്ങിയിട്ടാണ് ഇറാൻ അതിലൂടെ കപ്പലുകൾ കടത്തിവിടുന്നത് എന്ന ആ ഒരു പ്രസ്താവന, അതിനെ ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്, ഇന്ത്യയും നിഷേധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ കാശ് കൊടുക്കുന്ന ആരും പുറത്ത് ഞങ്ങൾ കൊടുത്തു എന്ന് പറയാൻ സാധ്യതയില്ല, പറയുകയില്ല. അതിനോട് പാകിസ്ഥാനിലെ നമ്മുടെ ആസിം മുനീർ വളരെ മനോഹരമായൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ആ പ്രസ്താവന ഇതാണ്: ഷിയാക്കളെല്ലാം കൂടെ ഇറാനിലേക്ക് പോയിക്കോളും, ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അവിടുത്തെ ഷിയാക്കൾ ഇറാനെതിരായ പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാൻ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയ കലാപം സൃഷ്ടിച്ചു. അപ്പോൾ കലാപം സൃഷ്ടിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് പാകിസ്ഥാൻ ഞങ്ങൾ സുന്നികളുടേതാണ്, നിങ്ങൾ ഷിയാക്കളുടേതല്ല. ഇവരെല്ലാവരും ഇന്ത്യയിൽ പോയ ആൾക്കാർ തന്നെയാണ്, ഇവരുടെ എല്ലാവരുടെയും കൂടെയാണ് ഈ പാകിസ്ഥാൻ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഷിയാക്കളായിട്ടുള്ളവരൊക്കെ വേഗം പൊടിന്നിട്ട് ഇവിടുന്ന് സ്ഥലം വിട്ടോ, അങ്ങ് ഇറാനിലോട്ട് പോയി താമസിച്ചോ, ഇത് ഞങ്ങളുടേതാണ് എന്നാണ് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെയും ചില കാര്യങ്ങളൊക്കെ, അതുപോലെ ഡീഗോ ഗാർസിയയിലേക്ക് നടന്ന ആക്രമണത്തെക്കുറിച്ച് 4000 കിലോമീറ്റർ അകലെ ഡീഗോ ഗാർസിയയിലേക്ക് മിസൈൽ അയച്ച കാര്യം പറഞ്ഞിരുന്നു. ഇറാൻ അത് നിഷേധിച്ചിട്ടുണ്ട്. ഞങ്ങളല്ല, അത് ഇസ്രായേലിൻ്റെ പണിയാണ്, അവർ ഞങ്ങളുടെ ഫ്ലൈയും കെട്ടി വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് വിട്ടതാണെന്നാണ് അവർ പറയുന്നത്, ഞങ്ങളത് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ അവർ ഈ യുദ്ധത്തിൽ നിന്ന് പിൻവലിയുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് എന്ന് മനസ്സിലാക്കണം. എന്തായാലും യുദ്ധം തീരുക എന്നത് വളരെ പോസിറ്റീവായിട്ടൊരു വാർത്തയാണ്. അത് തീരാനുള്ള സാധ്യത പോസിറ്റീവായിട്ട് തന്നെ നടക്കട്ടെ, ഈ യുദ്ധം അവസാനത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം.